കുറച്ച് കാത്തിരിക്കേണ്ടി വന്നിരുന്നാലും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക വന്നിരിക്കുന്നു. അതിൽ ഏറ്റുമാനൂർ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണെന്ന് അറിയിക്കുന്നു. ആഗ്രഹിച്ച സീറ്റ് തന്നെ കിട്ടി. എന്താണ് അത്? ഇരട്ടി സന്തോഷമല്ലേ? ഈ കോൺഗ്രസ് ലിസ്റ്റ് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഭംഗിയുള്ള വാക്കല്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ച് 3 ദിവസം കൊണ്ട് കോൺഗ്രസിൻ്റെ ലിസ്റ്റായി. പിന്നെ കോൺഗ്രസ്സിന് ഒത്തിരി നടപടിക്രമങ്ങളുണ്ട്. ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. അപ്പോൾ അവരിൽ നിന്ന് ഒരാളിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ ഇത് പ്രായോഗികമായ ഒരു ചെറിയ ഇത് വരും. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി കടമ്പകളുണ്ട്. ഞങ്ങളുടെ ഓരോ തലങ്ങളിലെ കമ്മിറ്റികൾ പരിശോധിച്ച് വന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അവസാനം പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ഒരു 2-3 ദിവസം മൊത്തം എല്ലായിടത്തെ മറ്റൊരു നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു. കാരണം അവരാ മത്സരിച്ച് അവരുടെ ആളുകളെ വീണ്ടും ഇറക്കായിരുന്നു MLA-മാരെ. അപ്പോൾ അതേ ഉള്ളൂ അതിനകത്ത്. ഏറ്റുമാനൂർ മാത്രമല്ല, 140 സീറ്റും ജയിക്കേണ്ടത് ഈ കേരളത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഞങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് പോരാടുക, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് കേരളത്തിന് ആവശ്യമാണ്. കാരണം കേരളം ഇത്രയേറെ നശിച്ച്, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ സ്വതന്ത്ര ഭാരത പിന്നെ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഇതുവരെ ഭരണം പരിശോധിച്ചാൽ ഇതേപോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അത് ഏറ്റുമാനൂർ നടക്കുന്നത്. ഏറ്റുമാനൂരിൽ നമുക്ക് എന്തായിരിക്കും ഒരു അനുകൂലമായ ഘടകമാകുക എന്ന് കരുതുന്നു? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് ഏറ്റുമാനൂരുണ്ടാവും. 2, അടിസ്ഥാന മേഖലയിലെ വികസന മുരടിപ്പ് ഒന്നും ചെയ്തിട്ടില്ല. 12 വയസ്സുള്ളൊരു കൊച്ചു വെള്ളത്തിൽ നിന്ന് പറഞ്ഞ് താഴോട്ട് പോയി മരിച്ചിട്ട് 2 കൊല്ലമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, അവിടെ നമ്മളിപ്പോൾ ആ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കുമരകം തിരുവാർപ്പം അല്ല അത്. അതിൻ്റെ മേഖലകളെന്ന് പറയുന്നത് മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, വെള്ളത്തിനകത്ത് കിടക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാകണ്ടേ? ഇപ്പോഴും പിന്നെ തുരുത്തിനകത്ത് അന്തി ഉറങ്ങുന്ന മനുഷ്യർ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇക്കരെ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു, അക്കരയ്ക്ക് പോകാൻ പറ്റാതെ വരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുമ്പോഴാണ് ആ മനുഷ്യർ ജീവിക്കുന്ന നാടിൻ്റെ വികസനം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുന്നത്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുമ്പോഴാണ്. അതില്ല. ഇപ്പം വിമാനത്താവളം നിർമ്മിക്കുക എന്നുള്ളതല്ല കുമരകത്തെ പ്രശ്നം. അവിടെ മനുഷ്യർക്ക് നടന്നു പോകാനായിട്ട് വഴി ഉണ്ടാക്കി കൊടുക്കുക, പാലം ഉണ്ടാക്കി കൊടുക്കുക, സ്കൂൾ കെട്ടിടം നന്നാക്കി കൊടുക്കുക. ആ കുമരകം സ്കൂള് നമ്മൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നതല്ലേ, അതിൻ്റെ ആ മൈതാനം കാടു പിടിച്ച് കുട്ടികൾക്ക് അവിടെ കൂടെ ഇറങ്ങി നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. പാമ്പിൻ്റെ ശല്യവും ഭയങ്കര പ്രശ്നം. ഇപ്പം ജില്ലാ പഞ്ചായത്ത് അതിനു വേണ്ടി പൈസ അനുവദിച്ചു. കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നപ്പോഴാണ് പറ്റിയത്. ഈ മന്ത്രി എവിടെയായിരുന്നു? ഭാഗത്ത് വരുമ്പോൾ നെല്ല് സംഭരണവും മടവീഴ്ചയും ഒക്കെ ഒരു സ്ഥിരം പ്രശ്നങ്ങളാണ്. അതിലൊരു പരിഹാരം കാണുന്നില്ല. അപ്പോൾ അതും നമ്മുടെ ഒരു പ്രചരണായുധമാകും. അതെല്ലാം പ്രചരണായുധമാകും. ഞാനും ഒരു കർഷകനാണ്. വലിയ ഹൃദയവേദനയുണ്ട് ഒരു കർഷകൻ എന്നുള്ള നിലയിൽ. പടിഞ്ഞാറൻ മേഖലയിലെ കർഷകർ മുഴുവൻ കൃഷിയിൽ നിന്നും അവർ പുറകോട്ട് പോവുകയാണ്. ഇനി കൃഷി ചെയ്യുന്നില്ലെന്ന് പറയുകയാണ്. 55 ഏക്കർ ഉണ്ടായിരുന്ന ഒരു ഒരു കർഷകൻ 9000 പാടശേഖരത്തിലെ ചെറിയ പ്രായത്തോട്ട് കൃഷി ചെയ്യുന്ന എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇവിടെ താൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു കൃഷിക്കാരനാണ്, താൻ ചെയ്യുന്നുണ്ട് ചെയ്തു, എനിക്കെന്തെങ്കിലും പാട്ടം തന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനാ അമ്മാവെന്നാണ് ഞങ്ങളെ കുടിക്കുന്നത്. അതിനാ അമ്മാവ? ഞാൻ ഇനി ചെയ്യുന്നില്ല, മടുത്തു. ജീവിതകാലം മുഴുവൻ കൃഷി ഒരു വരുമാന സ്രോതസ് എന്നുള്ള നിലയിലല്ല, കൃഷി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ് ഞാനിത് മടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയിലേക്ക് കർഷകരെ ചിന്തിപ്പിക്കുന്നതാണ്. അതാര്? അതിൻ്റെ കുറ്റവാളികൾ ഇവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 120 ദിവസം മാത്രമല്ല, യഥാർത്ഥത്തിൽ 6 മാസത്തെ കഷ്ടപ്പാടാണ് ഈ പിന്നെ കൊയ്ത്ത് കഴിയുന്നിടം വരെ. ആ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ടി വരിക, പോലീസിനെ മർദ്ദനം വെക്കുക, പോലീസ് കേസിൽ പ്രതിയാകുക. പണിയെടുത്തതിൻ്റെ കൂലിക്ക് വേണ്ടിയിട്ട്. ഇത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇതിനെന്ത് പരിഹാരം കാണാൻ ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്? അവിടുത്തെ ആളുകളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞു? ഒരു ഇച്ചിരയില്ലാത്തൊരു ചെറിയ പാലം 4.5 വർഷം കൊണ്ട് ഇപ്പം തീർത്ത്. അത് ഞങ്ങളവിടെ സമരം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതവിടെ കിടന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നും ചെയ്യാത്ത ഒരു MLA ഇപ്പോൾ എല്ലായിടത്തും എഴുതിയൊക്കെ വെച്ച് ഇതൊക്കെ വെച്ചിരിക്കുന്ന, പടമൊക്കെ വെച്ചിരിക്കുന്ന, കുറേ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തൊക്കെ പോയി നിന്നിട്ട്, അതൊരു പൊതു പ്രോജക്റ്റാണ്.
മെഡിക്കൽ കോളേജ് ഒരു നിയോജക മണ്ഡലത്തിൻ്റെ ഒരു MLA അല്ല, അത് സർക്കാരിൻ്റെ പൊതുപ്രവർത്തനം. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്, അതിൻ്റെ തുടർച്ചയാണ് അത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, BJPയോ NDA അല്ല 2020 ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതാണ് അവിടെ. അത് എന്തെങ്കിലും ഒക്കെ നീക്കുപോക്കുകളോ അങ്ങനെ എന്താണെന്ന് കരുതുന്നുണ്ടോ? കാരണം BJP NDA മത്സരിക്കുന്നത് 2020 അപ്രതീക്ഷിതമായിട്ടാണ് അവർ 2020 സീറ്റ് കൊടുക്കുന്നു വരുന്നതുമൊക്കെ. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു, അത് എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മുതൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. നീക്കുപോക്കുകളാണെന്ന് തന്നെ എന്തുകൊണ്ട് BDJS മത്സരിച്ച സ്ഥലം, എന്തുകൊണ്ട് BDJSൻ്റെ സ്ഥാനാർത്ഥി വരുന്നില്ല, എന്തുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി വരുന്നില്ല? ഇവിടെ 4 ആളുകൾ പോലും ഇല്ലാത്തൊരു പാർട്ടി 2020, അതിൻ്റെ ആളെങ്ങനെ വരുന്നു? അതും രസമാണ്, അവരുടെ സ്ഥാനാർത്ഥിയുടെ വോട്ടർ പട്ടിക പേരില്ല, അന്നേരം അടുത്ത ആളെ വെച്ചു, എന്നാലും BDJS എടുത്തില്ല. സംശയിക്കേണ്ടിയിരിക്കുന്നു ചില അന്തർധാരകൾ. പക്ഷേ അന്തർധാരയെല്ലാം തകർത്തുകൊണ്ട് UDFൻ്റെ മുന്നേറ്റമാണ് ഏറ്റുമാനൂർ കാണാൻ പോകുന്നത്. ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകും. 100 അല്ല 101%, വലിയ ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് തന്നെയാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തട്ടകം സുരേഷ് മുന്നോട്ട് പോകുന്നത്. ആ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ആ മണ്ഡലം അട്ടിമറി വിജയത്തിലൂടെ നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോട്ടയം.